നിങ്ങൾക്ക് കോടതികളിലും വിശ്വാസമില്ലേ? CPM-കാർ നേരത്തെ പറഞ്ഞു, ശൈലജ ടീച്ചർ പറഞ്ഞു, MP ജയരാജൻ പറഞ്ഞു, P ജയരാജൻ പറഞ്ഞു, ഞങ്ങൾക്ക് കോടതികളിൽ വിശ്വാസമില്ല. സുപ്രീം കോടതി പറഞ്ഞാൽ ഞങ്ങൾ പുല്ലാണ് എന്ന് ഇവിടെ KK ശൈലജ എന്ന് പറയുന്ന MLA-യും P ജയരാജൻ എന്ന് പറയുന്ന കോടതിയുടെ സൂക്ഷിപ്പുകാരനും MP ജയരാജൻ എന്ന് പറയുന്ന മറ്റൊരു ശുംഭരും പറയുന്നു ഇവിടെ ഞങ്ങൾക്ക് കോടതി ഞങ്ങൾക്ക് പുല്ലാണ് എന്ന്. രാഹുൽ ഗാന്ധിയും ഇവിടുത്തെ മറ്റ് കോൺഗ്രസുകാരും എല്ലാവരും ഇത് തന്നെയാണോ പറയുന്നത്? നിങ്ങൾക്ക് കോടതിയിൽ വിശ്വാസമില്ലേ? നിങ്ങൾ പിന്നെ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും ഉണ്ടായ പോലെ ഇവിടെയും ഒരു കലാപം ഉണ്ടാക്കിക്കൊണ്ട് അധികാരം പിടിച്ചെടുക്കാമെന്നാണോ ഇവർ കരുതുന്നത്? എനിക്ക് തോന്നുന്നത് അതാണ്. ഈ രാഹുൽ ഗാന്ധിയുടെ ഈ പറയുന്ന പവർ പോയിന്റ് പ്രസന്റേഷന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന് അന്വേഷിക്കുന്നത് തന്നെ വേണം. ശക്തമായ ബാഹ്യ ഇടപെടലുകൾ ഇതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണോ ഷെയ്ഖ് ഹസീനക്ക് ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നത്, എങ്ങനെയാണോ ശ്രീലങ്കയിൽ ഇത്തരത്തിലുള്ള വൻ അട്ടിമറി ഉണ്ടായത്, ഇതേപോലെ തീവ്ര ശക്തികളെ ഇളക്കി വിട്ടുകൊണ്ട് ഇവിടെ ഒരു കലാപം ഉണ്ടാക്കാൻ, അതായത് ഈ സംവിധാനങ്ങൾ അത്രയും, അതായത് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഏറ്റവും ദുഷിച്ചൊരു സമ്പ്രദായമാണ്. അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ മുഴുവനും അഴിമതി നിറഞ്ഞതാണ്. ഇവിടുത്തെ കോടതികൾ ഒക്കെ അഴിമതിക്കാരാണ്, അല്ലെങ്കിൽ കോടതികളുടെ ഈ ജഡ്ജ്മെന്റ് മുഴുവൻ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോടതികൾ ശരിയല്ല, ഇലക്ഷൻ കമ്മീഷൻ ശരിയല്ല, ഇവിടുത്തെ ഭരണവ്യവസ്ഥ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ മുഴുവൻ ഇളക്കാനും ഈ ഭാരതത്തിൽ ഒരു വലിയ അട്ടിമറി, വലിയൊരു വിപ്ലവം എന്നല്ല പറയേണ്ടത്, ഏറ്റവും വലിയ ഒരു കലാപം, ഈ കലാപം ഉണ്ടാക്കാനുമായിരുന്നില്ലേ രാഹുൽ ഗാന്ധി ശ്രമിച്ചത്? രാഹുലിന്റെ കുട്ടി കൊങ്ങികൾ ഇവിടെ ചെയ്തത്, ഇവിടുത്തെ കൊങ്ങികളുടെ കൂടെ നിൽക്കുന്ന സഖാക്കന്മാർ ഇവിടെ ചെയ്തത്, സുരേഷ് ഗോപി 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച സുരേഷ് ഗോപിയുടെ ഓഫീസിൽ കരി ഓയിൽ ഒഴിക്കുകയായിരുന്നു, ചെരുപ്പുമാല തൂക്കുകയായിരുന്നു. ഉളുപ്പില്ലടോ, സുരേന്ദ്രൻ പറഞ്ഞ പോലെ തൂങ്ങി ചത്തൂടടോ എന്നാണ് ഇവരോടൊക്കെ ചോദിക്കേണ്ടത്.